ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എൻ്റെ വെറും 50,000 രൂപ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് താഴെയോ മുകളിലോ ഉള്ള ശമ്പളം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചത് പോലും ഇല്ല എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. 50,000 ആണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ അതിൻ്റെ 40%, അതായത് 20,000 രൂപയിൽ കൂടുതൽ EMI അടയ്ക്കാൻ പാടില്ല. പിന്നെ 20% ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകണം. 20% എന്ന് പറയുമ്പോൾ 10,000 രൂപ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ച്വൽ ഇൻവെസ്റ്ററിന് ഇപ്പോൾ ഇതുവരെ പുള്ളിക്കാരൻ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 30 കൊല്ലം, അതായത് 360 മാസം 36 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ 36 ലക്ഷം ഇന്നത്തെ വാല്യൂ ഏതാണ്ട് 25 കോടിയിൽ കവിഞ്ഞിട്ടുണ്ട്. 25 കോടിയിൽ കവിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു ശരാശരി ഇന്ത്യന് വേണ്ട റിട്ടയർമെൻറ്റ് കോർപ്പസ്, സ്വസ്ഥമായിട്ട് റിട്ടയർമെൻറ്റ് ജീവിതം കഴിഞ്ഞുകൂടാൻ 3.5 കോടി രൂപ കയ്യിലിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഈ 50,000 രൂപയുടെ സാലറി വെച്ചിട്ട് ഒരു ടേം ഇൻഷുറൻസ് വേണം, പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എൻ്റെ വെറും 50,000 രൂപ ശമ്പളം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് താഴെയോ മുകളിലോ ഉള്ള ശമ്പളം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചത് പോലും ഇല്ല എന്നുള്ള ചിന്തയായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. കാരണം നമ്മുടെ ചിന്ത, അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിലുള്ള പണം ഇത്ര മാത്രമേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ എന്നുള്ള ചിന്തയിലാണ് എപ്പോഴും. ഒരു പോരായ്മ എപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആ പോരായ്മയുടെ ഒരു നിർബന്ധവും ഇല്ല, അതിനെ അങ്ങെടുത്ത് മാറ്റിക്കളയുക. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. അതായത് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് വാടകയ്ക്ക് താമസിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ വീട് വാങ്ങിക്കുവാണെങ്കിൽ പോലും, വാങ്ങിക്കുന്ന ഒരു വീടാണെങ്കിൽ നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 40% കൂടുതൽ EMIക്ക് പോകരുത്. ഭൂരിഭാഗം മലയാളീസും ഇതിൽ കൂടുതലാണ് ലോൺ അടയ്ക്കുന്ന EMI ആയിട്ട്. സോ ആദ്യത്തെ കാശും തന്നെ വെറും 40% നിങ്ങളുടെ ഇൻകമിൻ്റെ 50,000 ആണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ അതിൻ്റെ 40%, അതായത് 20,000 രൂപയിൽ കൂടുതൽ EMI അടയ്ക്കാൻ പാടില്ല. പിന്നെ 20% ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് പോകണം. 20% എന്ന് പറയുമ്പോൾ 10,000 രൂപ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഒരു 40 വയസ്സ് 45 വയസ്സ് വരെയൊക്കെ കണ്ണടച്ച് നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഭൂരിഭാഗവും ഇക്വിറ്റിയിൽ, മൊത്തത്തിൽ ഇക്വിറ്റിയിലുള്ള ഇക്വിറ്റി ഫണ്ട്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ 10,000 രൂപ നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര വർദ്ധിച്ചേക്കാം? നിങ്ങളുടെ കണക്കുകൂട്ടലൊക്കെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന നമ്പേഴ്സ് ഒരുപാടങ്ങ് തെറ്റിച്ച് കളയും. അതായത് കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് യഥാർത്ഥമായിട്ട് ഇതുവരെ നടന്നിട്ടുള്ള ആക്ച്വൽ റിട്ടേൺസ് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ 30 കൊല്ലമായിട്ട് 10,000 രൂപ മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ച്വൽ ഇൻവെസ്റ്ററിന് ഇപ്പോൾ ഇതുവരെ പുള്ളിക്കാരൻ ചെയ്തേക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 30 കൊല്ലം, അതായത് 360 മാസം 36 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ 36 ലക്ഷം ഇന്നത്തെ വാല്യൂ ഏതാണ്ട് 25 കോടിയിൽ കവിഞ്ഞിട്ടുണ്ട്. 25 കോടിയിൽ കവിഞ്ഞിട്ടുണ്ട് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ 40 വയസ്സിലൊക്കെ ആയിരിക്കും, ഇനി 20 കൊല്ലമേ വർക്ക് ചെയ്ത് പോകുന്നുള്ളായിരിക്കും. എന്നാലും 25 അല്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം എമൗണ്ട്, നല്ലൊരു ഗ്രോത്ത് ഇതിനുണ്ടാവും. ആ എമൗണ്ട് എത്രയാണെന്ന് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആക്ച്വൽ എമൗണ്ടാണ്, കഴിഞ്ഞ ഈ 30 കൊല്ലം കൊണ്ട് കിട്ടിയ റിട്ടേൺ. ഇപ്പോൾ പ്രാക്ടിക്കലി ഇതല്ലെങ്കിൽ പോലും കൺസർവേറ്റീവ്ലി നമുക്ക് എത്ര റിട്ടേൺ പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കുവാണെങ്കിൽ 10 വർഷത്തേക്ക് ഒരു SIP ചെയ്യുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻ ഈ റിട്ടേൺസ് 12%-ൻ്റെയും 15%-ൻ്റെയും ഇടയ്ക്ക് വന്നേക്കാം. കൺസർവേറ്റീവ്ലി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ആനുവലൈസ് റിട്ടേൺ ഏതാണ്ട് 20% അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. റിയൽ റിട്ടേൺ കഴിഞ്ഞ 30 കൊല്ലമുണ്ട്. നമ്മൾ അതുപോലെ എടുക്കുന്നില്ല. 12 തൊട്ട് 15% കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ 10 വർഷം ചെയ്യുന്ന ഒരു SIP, അതായത് 2.5 ടൈംസ് വർദ്ധിച്ചേക്കും. അതായത് 10 വർഷം നിങ്ങൾ ചെയ്ത SIP 120 മാസം 10,000 രൂപ 12 ലക്ഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ 12 ലക്ഷം ഏതാണ്ട് 2.5 ടൈംസ് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 30 ലക്ഷം ആവുന്നു. 12 ലക്ഷമേ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 30 ലക്ഷം ആവുന്നുണ്ട്. ഇത് 15 വർഷം ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 15 വർഷം ഈ 12 തൊട്ട് 15% ഉള്ള റിട്ടേൺ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് 3.5 ഇരട്ടി വർദ്ധിച്ചേക്കും. 3.5 ഇരട്ടി എന്ന് പറയുമ്പോൾ 15 വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 18 ലക്ഷമാണ്. ഈ 18 ലക്ഷം ഓൾമോസ്റ്റ് ഒരു 63 ലക്ഷം അടുപ്പിച്ച് വന്ന് നിൽക്കും. അതായത് നമ്മൾ 3.5 ഇരട്ടി വരുന്ന വരെ പറയുമ്പോൾ അത് ഓൾമോസ്റ്റ് ഈ 18 ലക്ഷം 63 ലക്ഷം ആകുന്നു. ഇത് നമ്മൾ 20 വർഷം ആകുമ്പോൾ ഇനിയും അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വർദ്ധിക്കുന്നു. ഓൾമോസ്റ്റ് 5 തൊട്ട് 6
ടൈംസ് ആണ് ഇത് മൾട്ടിപ്ലൈ ആവുന്നത്. അതായത് 6 മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 6 ടൈംസ് ആണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഓൾമോസ്റ്റ് 24 lakhs ആണ്. 20 വർഷം 240 മാസം 240 മാസത്തിന് 10,000 വെച്ച് 24 ലക്ഷമേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ 6 ഇരട്ടിയാണ് ആവുന്നത്. ഓൾമോസ്റ്റ് 1.5 കോടി അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്തത് 10,000. മനസ്സിലാവും. ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ 20 വർഷം ചെയ്യും. 20 വർഷം ചെയ്യുമ്പോൾ ഏതാണ്ട് നിങ്ങൾ 1.30 1.40 തൊട്ട് 1.5 കോടി വരെ നിങ്ങളുടെ കാശ് വർദ്ധിച്ചേക്കും. ഇത്രയും വർദ്ധിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ SIP ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് മാത്രം തന്നെ സാധിച്ചേക്കും. നിങ്ങൾ 50,000 വാങ്ങിക്കുന്ന ഒരാൾ ഇപ്പം 40 വയസ്സിലാണെങ്കിൽ അല്ലെങ്കിൽ 35 വയസ്സിൽ 30 വയസ്സോ 35 വയസ്സിലോ ആണെങ്കിൽ 55 വയസ്സാവുമ്പോൾ നിങ്ങളുടെ ഈ 10,000 തന്നെ 1.25 കോടി 1.5 കോടി ആവും നിങ്ങൾ പ്രതീക്ഷ കാണത്തില്ലല്ലേ. ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ 35 വയസ്സിലാണ് 50,000 ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരാശരി അടുത്ത 20 വർഷത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ 55 വയസ്സ് വരെ ഓർക്കും ചെയ്യുവാണെങ്കിൽ അടുത്ത 20 വർഷത്തെ നിങ്ങളുടെ ശരാശരിയാണ് ഈ 50,000 ആയിരിക്കത്തില്ലല്ലോ. വർഷത്തിന് അറ്റ്ലീസ്റ്റ് ഒരു 8-10% നിങ്ങളുടെ ഇൻക്രിമെന്റ് കാണും. അങ്ങനെ നോക്കുമ്പോൾ അടുത്ത 20 വർഷത്തെ ആവറേജ് തന്നെ ആൾമോസ്റ്റ് 1 lakh കൂടുതൽ കാണുന്നു. അപ്പോൾ 1 lakhന്റെ ആവറേജ് നോക്കുമ്പോൾ നമ്മൾ 20% ആകുമ്പോൾ ഇത് 20,000 ആവുന്നു. വിച്ച് മീൻസ് ആൾമോസ്റ്റ് 2.25-3 കോടി നിങ്ങൾ ഈ 20% ഇൻവെസ്റ്റ്മെന്റ് SIPയിൽ പോകുന്നത് കൊണ്ട് മാത്രം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ കയ്യിൽ വേറെ ഒരു കാശും ഇല്ല, ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ഇതുവരെ ഒന്നും കാര്യമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ള സാഹചര്യത്തിൽ പോലും 20 വർഷം കൊണ്ട് ഈ 3 കോടിയൊക്കെ സാധ്യമാണ്. ആൻഡ് മറക്കണ്ട, ഈ 3 കോടി ഒത്തിരി വലുതാണെന്ന് ചോദിച്ചാൽ വലുതല്ല. കാരണം ഡേറ്റ എന്ത് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടന്ന ഒരു സർവേ അനുസരിച്ച് ഇന്ത്യയിലെ ഒരു ശരാശരി ഇന്ത്യന് വേണ്ട റിട്ടയർമെന്റ് കോർപ്പസ്, സ്വസ്ഥമായിട്ട് റിട്ടയർമെന്റ് ജീവിതം കഴിഞ്ഞുകൂടാൻ 3.5 കോടി രൂപ കയ്യിലിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അത്ര വലുതൊന്നും അല്ല, എന്നാലും വലുതാണ്. പക്ഷെ ഇത്രയും വേണ്ടി വരും. അതിന് ഈ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ സാധിക്കും. ആൻഡ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആവറേജ് നെക്സ്റ്റ് 20 years ചിലപ്പോൾ 1.5-2 ലക്ഷമോ ആവട്ടെ, അതിൽ കൂടുതലാവട്ടെ. നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് ചെയ്ത് ഇതേക്കാളും വലിയ ആളാവാം. പക്ഷേ ഈ ഡിസിപ്ലിൻ ഇന്ന് തുടങ്ങിയാലേ ഇത്രയും വലിയ കാർപ്പസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു സിംഗിൾ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് 100% ഇക്വിറ്റി ഫണ്ട്സിലും മൊത്തം വേണ്ട. കാരണം ഒരു 40-45 വയസ്സാകുമ്പോൾ ഈ SIP കുറച്ചൊക്കെ ഹൈബ്രിഡ് ഫണ്ട്സിലോട്ട് മാറ്റുക. കാരണം അപ്പോഴൊക്കെ നിങ്ങളുടെ ഡെറ്റ് കോമ്പണന്റ് വേണം, അത്യാവശ്യം കുറച്ച് ഗോൾഡിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാവണം. ആൻഡ് ഇത് നിങ്ങൾ 40 വയസ്സ് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് 20% ഇതിൽ വെച്ചിട്ട് ഒരു മാസം 1,000-2,000 എങ്കിലും ഗോൾഡ് റിലേറ്റഡ് ഫണ്ട്സിലോ ആൻഡ് അതിൽ ഒരു ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റിലോ ഒരു നല്ലൊരു ബോണ്ടിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മൊത്തം ഈക്വിറ്റിയിലാവാൻ പാടില്ല. ചെറിയ പെർസെൻറ്റേജ് ഏർലിയർ സ്റ്റേജസിലും 45 വയസ്സൊക്കെ കൂടുമ്പോൾ അത്യാവശ്യം ഹൈബ്രിഡ് ഫണ്ട്സിലും നല്ല ഹോൾഡിങ്സ് ഉണ്ടാവണം. എന്നാലേ നിങ്ങളുടെ റിസ്ക് കുറയത്തുള്ളൂ. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ റിട്ടയർമെന്റ് സ്റ്റേജ് അടുത്താകുമ്പോൾ 55 വയസ്സാണ് റിട്ടയർമെന്റ് സ്റ്റേജ് എങ്കിൽ അതിന് ഒരു 3 കൊല്ലത്തിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ്മെന്റ്സിനെയൊക്കെ ഒരു കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടിലോട്ടോ ആൻഡ് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഡെറ്റ് ഫണ്ടിലോട്ടൊക്കെ മാറ്റി വെക്കണം. കാരണം അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇടിയുവാണെങ്കിൽ നിങ്ങളുടെ അക്യുമുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഒരുപാട് ഡ്രോപ്പ് ആവും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് അതിൻ്റെ സമയം അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾ ഇത് ഹൈബ്രിഡ് ഫണ്ടിലോട്ടോ ഒരു ഡെറ്റ് ഫണ്ടിലോട്ടോ അത്യാവശ്യം മാറ്റി വെക്കുന്നത് നിങ്ങളുടെ റിസ്ക് ഇല്ലാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ഈ 50,000 രൂപയുടെ സാലറി വെച്ചിട്ട് ഒരു ടേം ഇൻഷുറൻസ് വേണം, പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് വേണം. ആദ്യം ടേം ഇൻഷുറൻസ്. ഇപ്പോഴും നമ്മൾ ഇതുവരെയൊക്കെ പറഞ്ഞത് 20 കൊല്ലം വരെ നമുക്ക് ആയുഷ് നീണ്ടു കിട്ടുവാണെങ്കിൽ, അതിൻ്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആരും നമ്മുടെ ദിവസങ്ങൾ എത്ര ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടല്ലല്ലോ വരുന്നേ. അപ്പോൾ നിർഭാഗ്യവശാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ 20 കൊല്ലമോ 10 വർഷമോ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കുടുംബം എന്ത് ചെയ്യും? നമ്മുടെ വരുമാനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഗൾഫിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കാശ് അയക്കുന്നു. ഈ കാശ് കൊണ്ട് മാത്രമാണ് കുടുംബം കഴിയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഒരിക്കലും ഫാമിലി പ്രതീക്ഷിക്കാത്ത വിധം, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുടുംബം എന്ത് ചെയ്യും? അതിനും ഒരു സൊല്യൂഷൻ ഉണ്ട്. അതാണ് ടേം ഇൻഷുറൻസ്. ഈ ടേം ഇൻഷുറൻസ് വലിയ കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതായത് നിങ്ങളുടെ പ്രായം 30-35 വയസ്സോ ആണെങ്കിൽ 30-35 വയസ്സ് 1 കോടിയുടെ കവർ എടുക്കണമെങ്കിൽ ഏതാണ്ട് 18-20,000 രൂപയ്ക്കൊക്കെ ആനുവൽ പ്രീമിയം അടച്ചാൽ മതി. വർഷത്തിന് ഒരു 20,000 രൂപ അടുപ്പിച്ച് നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ കവർ കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിർഭാഗ്യവശാൽ 2-ാമത്തെയോ 3-ാമത്തെയോ വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ, നിങ്ങൾ ഇല്ലാതായാൽ നിങ്ങളുടെ ഫാമിലിക്ക് 1 കോടി രൂപ കിട്ടും. SIPയിൽ നിങ്ങൾ 3,60,000 ഇൻവെസ്റ്റ് ചെയ്തു, 4 ലക്ഷം ആയി.
പക്ഷേ ടേം ഇൻഷുറൻസിൽ 3 വർഷം എടുക്കുന്നത് 60,000 രൂപയുടെ പ്രീമിയം അടച്ചിട്ടുള്ളൂ. 1 കോടിയാണ് കിട്ടാവുന്നത്. അടച്ചതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കുടുംബത്തിന് കിട്ടും. സോ നിങ്ങൾ അവസാനം ഈ 20 വർഷം വരെ നിങ്ങൾക്ക് തികച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സാഹചര്യത്തിൽ SIP ഹെൽപ്ഫുൾ ആവും. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് ഇതിൽ നിന്ന് 1 കോടി, അങ്ങനത്തെ ഒരു ഡബിൾ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഒരിക്കലും നമ്മൾ ടേക്കൻ ഫോർ ഗ്രാൻഡായിട്ട് ജീവിതത്തെ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാവും. അപ്പം ആ സാഹചര്യം റിയാലിറ്റി ആണെങ്കിൽ ഇങ്ങനെ നടന്നു പോയേക്കാവുന്ന സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തള്ളിക്കളയാൻ പറ്റാവുന്നത് കൊണ്ടോ ടേം ഇൻഷുറൻസ് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ 99 വയസ്സ് വരെയും എടുക്കാം. അതിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത്യാവശ്യം 60 വയസ്സ് വരെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അടയ്ക്കുന്ന ഇതേ പ്രീമിയം മതി നിങ്ങൾ 99 വയസ്സ് വരെ വർഷത്തിന് അടയ്ക്കാൻ. 20,000 രൂപ ഇപ്പോഴ് നിങ്ങൾ അടയ്ക്കുവാണെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് 20,000 രൂപയ്ക്ക് യാതൊരു കാര്യവും നടക്കും. തുച്ഛമായ എമൗണ്ടാണ് അപ്പോഴേ. അത് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നു. നിങ്ങളുടെ ഒരു വകയായിട്ട് ഒരു ലെഗസി ആയിട്ട് ആ 1 കോടി രൂപ നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടും. സോ 99 വയസ്സ് വരെ കവർ പോസിബിളാണ്. പിന്നെ വളരെ അത്യാവശ്യമായത് ഹെൽത്ത് ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ മെഡിക്കൽ എക്സ്പെൻസസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. ഏറ്റവും കൂടുതൽ വർധന ഉണ്ടാവുന്നത് മെഡിക്കൽ എക്സ്പെൻസസിലാണ് ഓരോ കൊല്ലം. നോർമൽ ഇൻഫ്ലേഷൻ 6% ആണ്. എഡ്യൂക്കേഷൻ ഇൻഫ്ലേഷൻ ഏതാണ്ട് 10% ആണ്. മെഡിക്കൽ ഇൻഫ്ലേഷൻ ഏതാണ്ട് 15%. അതായത് ഇന്ന് 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് അടുത്ത കൊല്ലം ചെയ്യണമെങ്കിൽ 1,15,000 രൂപയുടെ വർഷാവർഷം 15% വർദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റേജില് നമുക്കറിയാം കോവിഡ് സമയത്ത് തന്നെ ഒരു ട്രീറ്റ്മെന്റിനോ അകത്ത് ചെന്നിട്ട് ഒരാഴ്ചയിലോ 3 ഡോസിലോ വെടി വന്നവർക്ക് ബില്ല് 2.5-3 ലക്ഷം രൂപയായി. ഇത്രയും കാശ് നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഒരു 3 വർഷത്തെ 2 വർഷത്തേക്ക് സേവിങ്സ് കംപ്ലീറ്റ് അതിനൊക്കെ പോയി. പിന്നെ നിങ്ങൾ ഒന്നേന്ന് പറഞ്ഞു ഈ സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഒരു 5 ലക്ഷം രൂപയുടെ കുറഞ്ഞത് ഒരു 5 ലക്ഷം രൂപയുടെ കവറേ ബില്ലും. 4 പേരുള്ള ഫാമിലി ആണെങ്കിൽ നിങ്ങൾ വൈഫ് 2 കുട്ടികളാണ്. നിങ്ങൾ ഒരു 35 വയസ്സാണ് പ്രായമയ്ക്കും ഒരു 15,000 രൂപ ആനുവൽ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ 5 ലക്ഷം വരെയുള്ള നിങ്ങളുടെ എക്സ്പെൻസസ്, നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകുന്ന ഏത് ട്രീറ്റ്മെൻറ്റിനും നിങ്ങൾക്ക് 5 ലക്ഷം വരെ ഉള്ള എക്സ്പെൻസസ് നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് കമ്പനി അടച്ചോളൂ. സോ ടേം ഇൻഷുറൻസ് ലൈഫ് പ്രൊട്ടക്ഷന് നിങ്ങളുടെ വരുമാനത്തിന് പകരമാവുന്നു. ഹെൽത്ത് എക്സ്പെൻസസ് നിങ്ങളുടെ സമയത്ത് ഹെൽത്ത് എക്സ്പെൻസസ് വന്നാൽ അത് ഹെൽത്ത് ഇൻഷുറൻസ് വഴി നടക്കുന്നു. ഇങ്ങനെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സുരക്ഷിതമായിട്ട് ചെയ്യുന്നു. ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇല്ലാതെ പോയാൽ അതിൻ്റെ സുരക്ഷയ്ക്ക് ഒരു ടേം ഇൻഷുറൻസ് ഉണ്ട്. നിങ്ങളുടെ ഹെൽത്ത് എക്സ്പെൻസസിനും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി കിട്ടും. ഇതും ഇത്രയും ഉണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു സ്വസ്ഥത കിട്ടിക്കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഒരു മൊബൈൽ വാങ്ങിക്കുക. യാതൊരു കാരണം വെച്ചാലും ആ മൊബൈലിൻ്റെ വില നിങ്ങളുടെ 1 മാസത്തെ സാലറി കൂടുതൽ ആവാൻ പാടില്ല. അത് ഏറ്റവും കൂടുതലാണ് ആവുന്നത്. ഇത് 50-60% മാത്രമേ ആവൂ. നിങ്ങളുടെ 1 മാസത്തെ സാലറിയുടെ 50-60% വരെ വിലയുള്ള മൊബൈൽ മാത്രമേ വാങ്ങിക്കാവൂ. നിങ്ങൾ വാങ്ങിക്കുന്ന വാഹനം നിങ്ങളുടെ ശമ്പളത്തിൻ്റെ വരുമാനത്തിൻ്റെ മാസ വരുമാനത്തിൻ്റെ 4-5 ഇരട്ടി കൂടുതൽ വിലയുള്ളതാവരുത്. നിങ്ങളുടെ വാഹനത്തിൻ്റെ വില അത്രയേ പാടുള്ളൂ. നിങ്ങൾ വാങ്ങിക്കുന്ന വീടിൻ്റെ EMIയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൻ്റെ മൊത്ത വില നിങ്ങളുടെ 4 വർഷത്തെ വരുമാനത്തിൽ കൂടുതലാവാൻ പാടില്ല. പിന്നെ നിങ്ങൾ താമസിക്കുന്ന വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ വാടക 20% കൂടുതലാവാൻ പാടില്ല. അതായത് 50,000 ആണെങ്കിൽ 10,000 കൂടുതലാവാൻ പാടില്ല. കവർ നേരത്തെ നമ്മൾ പറഞ്ഞു ടേം ഇൻഷുറൻസിനെ കുറിച്ച്. ഈ ടേം ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം എത്ര വേണ്ടെന്ന് വെച്ചാൽ കുറഞ്ഞത് നിങ്ങളുടെ 10 വർഷത്തെ വരുമാനം കവറായിട്ട് നിങ്ങൾ വെക്കണം. കുറഞ്ഞത് അതാ എന്ന് പറഞ്ഞാൽ ഓരോ 5 കൊല്ലം നിങ്ങളുടെ വരുമാനം എത്രയാണോ അതനുസരിച്ച് ഇതിൻ്റെ കവർ കൂടുതൽ വെക്കണം. ഇപ്പോഴത്തെ പോളിസിയും പോരാ പിന്നത്തെ കവറിന്. അപ്പം 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ വരുമാനം കൂടുന്നതുകൊണ്ട് നിങ്ങളുടെ കവറും വർദ്ധിക്കണം. അതനുസരിച്ച് എക്സ്ട്രാ കവർ നിങ്ങൾ എടുക്കേണ്ടി വരുന്നു. അത്യാവശ്യം ഇത്രയും കാര്യങ്ങൾ പർട്ടിക്കുലർലി നമ്മൾ നേരത്തെ പറഞ്ഞ EMI എന്ന് നമ്മൾ പറഞ്ഞത് 40% പറഞ്ഞത് നിങ്ങളുടെ വരുമാനത്തിൽ 40% കൂടുതൽ ആവപ്പാടില്ല. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ എന്തെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് 2 വീലർ ലോൺ ഇതെല്ലാം ചേർത്തിട്ട് 40% മാത്രമേ പാടുള്ളൂ നിങ്ങളുടെ വരുമാനത്തിൽ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെയും ലോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ EMI ഉൾപ്പെടെ 40% നിൽക്കണം. ഇത്രയും ഡിസിപ്ലിൻ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ 50,000 ശമ്പളത്തിലും ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ മനസ്സമാധാനം. ഗൾഫിലായാലും സ്വന്തം ബിസിനസ് ആയാലും സാലറിക്ക് വർക്ക് ചെയ്യുവാണെങ്കിലും ഇത്രയും ഡിസിപ്ലിൻ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഈ പെർസെൻറ്റേജസ് നമ്മൾ പറഞ്ഞ ഈ തമ്പ് റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ പീസ് ഗ്യാരണ്ടീഡാണ്. അതായത് നിങ്ങളുടെ മനസ്സമാധാനം നല്ലപോലെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉണങ്ങാം. ഏത് സമയത്തും എന്ത് സംഭവം ഉണ്ടായാലും നമ്മുടെ ഫിനാൻസസ് ഭദ്രമാണ് എന്നുള്ള ഒരു സ്വസ്ഥതയോട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റും, നല്ല ആശ്വാസമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. സോ ഇത്രയും ഡിസിപ്ലിൻ ഫോളോ ചെയ്യേണ്ടത് നിങ്ങൾ
നിങ്ങളുടെ ഫാമിലിക്ക് ഇതെല്ലാം എത്ര വേണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഓരോ കൊല്ലം പോകുമ്പോഴും ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ വേണം ചെയ്യാൻ, എന്റെ വരുമാനം പെട്ടെന്ന് ഇത്രയും കൂടി അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്രയും കുറഞ്ഞോ, എന്റെ ഈ വാടക നിന്നു, ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. ഈ മാറുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ എന്തൊക്കെ മാറ്റം വേണം, ഇതെല്ലാം നോക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ ഞങ്ങളെ ബന്ധപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ജീവിതം പുരോഗമിക്കുന്ന രീതിക്ക് മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾക്കുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻസസ് അനുബന്ധിച്ചുള്ള എല്ലാ അഡ്വൈസും ഞങ്ങൾ നൽകുന്നതാണ്. താഴെ കൊടുക്കുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്കുള്ള എല്ലാ അഡ്വൈസും എല്ലാ സൊല്യൂഷൻസും തരുന്നതായിരിക്കും. Mutual fund investments are subject to market risks. Read all scheme related documents carefully.